2 വർഷമായി തുടരുന്ന സുഡാനിലെ ആഭ്യന്തര യുദ്ധം അതിന്റെ ഏറ്റവും ദുർഘടമായ ഘട്ടത്തിലേക്ക് കടക്കുന്നു. രാജ്യത്ത് ഭക്ഷണക്ഷാമം രൂക്ഷമാവുകയും ആയിരക്കണക്കിന് ആളുകൾ ഉപജീവനത്തിനായി പലായനം ചെയ്യുകയാണ്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് ഇത്രയും വ്യാപകമായ ദുരിതം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സുഡാനിലെ ഡാർഫൂർ പ്രദേശത്തെ സാംസാം, അബു ഷൗക്ക് ക്യാമ്പുകൾ പോലുള്ള ഭീകരാക്രമണ ബാധിത പ്രദേശങ്ങളിൽ നിന്നും ഒഴിപ്പിക്കപ്പെട്ട 7 ലക്ഷത്തിലധികം പേരാണ് ഇപ്പോൾ ദുരിതത്തിലായത്. ഇരു ക്യാമ്പുകളിലും മാരകമായ ഭക്ഷണക്ഷാമം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടികളും ഗർഭിണികളുമായ സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. ഡാർഫൂരിലെ ദുരിതബാധിത പുനരധിവാസ ക്യാമ്പുകൾക്ക് നേരെ 2 ദിവസത്തേക്ക് സുഡാനിലെ അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് നടത്തിയ ആക്രമണത്തിൽ 100-ലധികം പേർ കൊല്ലപ്പെട്ടതായും UN സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരിച്ചവരിൽ 20 കുട്ടികളും 9 സന്നദ്ധ പ്രവർത്തകരുമാണ് ഉൾപ്പെടുന്നത്. ഉത്തര ദാർഫൂരിലെ പ്രവിശ്യ തലസ്ഥാനമായ എൽ ഫാഷറിനും സമീപത്തെ സംസം, അബു ഷൗക്ക് ക്യാമ്പുകൾക്കും നേരെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും RSF സംഘം അകമഴിഞ്ഞ് ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് UN സുഡാൻ ഹ്യൂമാനിറ്റേറിയൻ കോർഡിനേറ്റർ ക്ലൈമന്റിൻ നെക്വെറ്റ സലാമി അറിയിച്ചു.